ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ DB MD ആൻഡ് CEO ഓഫ് ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു വോളാറ്റൈൽ ഓപ്പണിംഗ് ആണ്. ഒരുപക്ഷെ സ്ലൈറ്റ്ലി വീക്കായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ. ഒപ്പം വോളാറ്റിലിറ്റിയും കണ്ടിന്യൂ ചെയ്തേക്കാം. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഏഷ്യൻ മാർക്കറ്റുകളും ഇന്ന് ഫ്ലാറ്റ് ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കൻ മാർക്കറ്റ് സിറ്റുവേഷനിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് അമേരിക്കയിൽ. ഡൗ ജോൺസ് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. പക്ഷേ S&P 500 നാസ്ഡാക്കൊക്കെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. റസൽ 2000 ഇൻഡെക്സ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ബെറ്റർ ആയിട്ടാണ് അമേരിക്കയിൽ ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് വിക്സ് നോക്കുകയാണെങ്കിൽ 13.75 ആണ് ഇന്നലത്തെ റീഡിങ്. മിനിഞ്ഞാന്നത് 13.84 ആയിരുന്നു. ഇത് സൂചിപ്പിക്കുന്ന ഒരു കൺസോൾട്ടേഷൻ മോഡിനെയാണ് അമേരിക്കൻ മാർക്കറ്റിൽ. യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്നലെ ഓൾമോസ്റ്റ് എല്ലാ ഏഷ്യൻ മാർക്കറ്റുകളും വീക്കായിരുന്നു. ഇന്ന് മോർണിംഗിൽ ഓൾമോസ്റ്റ് എല്ലാ ഏഷ്യൻ മാർക്കറ്റുകളും ഫ്ലാറ്റ് ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഏപ്രിൽ ഫ്യൂച്ചേഴ്സ് ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. $2180.8 പെർ ഔൺസിനാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇന്ന് മോർണിംഗിൽ ഓൾമോസ്റ്റ് ആ ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സും റിസർച്ച് ഔട്ട്ഫിറ്റുകളൊക്കെ ഗോൾഡിൻ്റെ ഈ വർഷത്തെ ടാർഗറ്റ് റിവൈസ് ചെയ്തിരിക്കുകയാണ്. $2500 പെർ ഔൺസ് വരെ ഗോൾഡ് ഉയർന്നേക്കാമെന്ന തരത്തിൽ റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇനി നമ്മൾ ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മെയ് മാസത്തെ ഫ്യൂച്ചർ $83.94 പെർ ബാരലിനാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. മോർണിംഗിൽ $84.22 പെർ ബാരലിനാണ് ട്രേഡ് ചെയ്യുന്നത്. സ്ലൈറ്റ്ലി ബെറ്റർ ആണ്. മെറ്റൽ ഫ്യൂച്ചേഴ്സ് എല്ലാം തന്നെ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിലും ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. കോപ്പറാണ് ഇന്നലെ റാലി ചെയ്തിട്ടുള്ള മറ്റൊരു മെറ്റൽ. കോപ്പർ 11 മന്ത് ഹൈയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇത് തീർച്ചയായിട്ടും കോപ്പർ റിലേറ്റഡ് സ്റ്റോക്കുകളൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്കയിലത്തെ മേജർ ന്യൂസ് എന്ന് പറയുന്നത് ടിക്ടോക്ക് എൻ്റയർ അമേരിക്കൻ കൺട്രിയിൽ ബാൻ ചെയ്തിരിക്കുകയാണ്. ഒരു ആപ്പിലും ഇനി ടിക്ടോക്ക് അമേരിക്കയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ടെക്നോളജി റിലേറ്റഡ് ഇഷ്യൂയും ചൈനയും തമ്മിലുള്ള ഇഷ്യൂ ആണ് മേജറായിട്ട് വരുന്നത്. ഒപ്പം ഇന്ന് അമേരിക്കയിലെ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സും ജോബ്ലെസ് ക്ലെയിം ഡാറ്റയൊക്കെ വരാനുണ്ട്. ഈ ഡാറ്റകൾക്കനുസരിച്ചുള്ള ചെറിയ വോളാറ്റിലിറ്റി അമേരിക്കൻ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ സ്ലൈറ്റ് ഇമ്പാക്റ്റൊക്കെ മറ്റു മാർക്കറ്റിലൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ഇന്ത്യയിലത്തെ ന്യൂസ് നോക്കുകയാണെങ്കിൽ ആസാദ് എഞ്ചിനീയറിങ്ങിന് 7 years ഓർഡർ കിട്ടിയിട്ടുണ്ട്. GE വെർണോവയുണ്ട്. GE വെർണോവ മൾട്ടിനാഷണൽ കമ്പനിയാണ്. അവരുടെ പവർ സെക്ടർ രംഗത്തുള്ള കമ്പനിയാണ് GE വെർണോവ. ആ GE വെർണോവയ്ക്ക് റൊട്ടേറ്റിംഗ് എയർ ഫോയിൽസ് സപ്ലൈ ചെയ്യാനുള്ള ഓർഡറാണ്. കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ 3-4 ദിവസം ഓർഡേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ആസാദ് എഞ്ചിനീയറിംഗ്. ഡ്രോൺ അജേരയ്ക്ക് അഡാനി ഗ്രൂപ്പിൽ നിന്ന് നമ്മുടെ DGCA സർട്ടിഫൈഡ് ഡ്രോൺ പൈലറ്റ് ട്രെയിനിങ് കൊടുക്കാനുള്ള ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഡ്രോൺ ആചാര്യനെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. ഇനി PC ജുവല്ലേഴ്സ് SBI ആയിട്ടുള്ള 1 ടൈം സെറ്റിൽമെൻറ്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ PC ജുവല്ലേഴ്സിൻ്റെ എല്ലാ ഡെറ്റ് ഇഷ്യൂസും സെറ്റിൽ ചെയ്യുന്നതാണ് പറയുന്നത്. കുറേ കാലമായി പ്രോബ്ലത്തിലായിരുന്നൊരു ജുവലറി ഗ്രൂപ്പാണ്. ഒരു പക്ഷേ ഇതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഫെഡറൽ ബാങ്കും സൗത്ത് ഇന്ത്യൻ ബാങ്കും സ്പോൺസേഡ് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് RBI ഡയറക്റ്റീവ് ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് അവർ രണ്ടു കൂട്ടരും റെഗുലേറ്ററി നോംസ് മീറ്റ് ചെയ്യുന്നവരെ സ്പോൺസേഡ് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. യെസ് ബാങ്ക് നെക്സ്റ്റ് ഇയർ ഡൈവേസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. SBI ആണ് ഇപ്പോൾ 29% ഹോൾഡ് ചെയ്യുന്നത്. HDFC ബാങ്ക് 3% ഉണ്ട്. ICICI ബാങ്ക് 2.65% ഉണ്ട്. LIC 4.3% ഉണ്ട്. അതുപോലെ തന്നെ ആക്സിസ്, കോട്ടക്, IDFC, ഫസ്റ്റ് ബാങ്കൊക്കെ യെസ് ബാങ്കിൽ സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. 2 ബാങ്കിങ് ഗ്രൂപ്പുകൾ, ഒന്ന് ജപ്പാനിൽ നിന്നുള്ളൊരു ബാങ്കിങ് ഗ്രൂപ്പ് ഡ്യൂ ഡെലിജൻസ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ യെസ് ബാങ്ക് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്ന സ്റ്റേറ്റ് ബാങ്ക് മറ്റു ബാങ്കുകളൊക്കെ സ്റ്റേക്ക് ഡൈവേസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. വേറൊരു ബയറെ കണ്ടെത്തി ആ ബയർക്ക് യെസ് ബാങ്കിൻ്റെ സ്റ്റേക്ക് ട്രാൻസ്ഫർ ചെയ്തേക്കാം. ഇത് പൊതുവെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ന്യൂസ് ആയിരിക്കും യെസ് ബാങ്കിനെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് ജാപ്പനീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യയിൽ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ജാപ്പനീസ് റിലേറ്റഡ് ഒരു ബിഗ് ബാങ്കിങ് ജയൻറ്റ് യെസ് ബാങ്കിൻ്റെ ഡ്യൂ ഡെലിജൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സയൻഡ് ലിമിറ്റഡ് എയർബസ് ആയിട്ട് ടൈപ്പിൽ എത്തിയിരിക്കുകയാണ്.
ആണ്. ക്യാബിൻ ആൻഡ് കാർഗോ എഞ്ചിനീയറിംഗ് സർവീസസിനാണ് സൈൻറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. KEC ഇൻ്റർനാഷണൽ 2257 കോടി രൂപയുടെ ഓർഡറാണ് വിവിധ സെഗ്മെൻറ്റിലായിട്ട് കിട്ടിയിട്ടുള്ളത്, പോസിറ്റീവാണ്. ഹഡ്കോ ലിമിറ്റഡ് March 20 ബോർഡ് മീറ്റിംഗ് കൂടുകയാണ്, ഇൻ്ററിം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാണ്. അതോടൊപ്പം തന്നെ ഇന്ന് പുതിയ ലിസ്റ്റിംഗ് വരുന്നുണ്ട്. ഗോപാൽ സ്നാക്സ് ആണ് 401 രൂപയായിരുന്നു ഇഷ്യൂ പ്രൈസ്. പക്ഷേ ലിസ്റ്റിംഗ് ഡിസപ്പോയിൻറ്റഡ് ആക്കാനാണ് ചാൻസസ് കൂടുതൽ. ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഇല്ല, മറിച്ച് ഇഷ്യൂ പ്രൈസിനേക്കാളും താഴെ ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇപ്പം മാർക്കറ്റിലുണ്ടായിട്ടുള്ള ടർമോയിൽ പൊതുവെ SME അതുപോലെ തന്നെ മെയിൻ ബോർഡ് IPOകളെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഒക്കെ വളരെ താഴെ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഇമ്പാക്റ്റുകളൊക്കെ ഈ IPOകളിലൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസസ് കൂടുതലാണ്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പോപ്പുലർ ഓട്ടോമൊബൈൽ സബ്സ്ക്രൈബ്ഡ് ആവുമോ എന്നുള്ള കാര്യം സംശയമാണ്. ഇന്നലെ വരെ 0.46 ടൈംസ് മാത്രമാണ് ഇഷ്യൂ സബ്സ്ക്രൈബഡ് ആയിട്ടുള്ളത്. ഇന്ന് വലിയ രീതിയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും റീറ്റെയിലേഴ്സും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ ഈ ഇഷ്യൂ നീട്ടി വയ്ക്കാനോ അല്ലെങ്കിൽ ഫെയിലിയർ ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നാളെ മ്യൂച്വൽ ഫണ്ടുകളുടെ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഫണ്ടുകളെ സംബന്ധിച്ചിട്ടുള്ള സ്ട്രെസ് ടെസ്റ്റിൻ്റെ റിപ്പോർട്ടും വരികയാണ്. അതിനനുസരിച്ചുള്ളൊരു വൊളാറ്റിലിറ്റി ഒക്കെ മാർക്കറ്റിൽ ഉണ്ടാവാം. സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ഓഹരികളിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. സെബി ചെയർമാൻ്റെ സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം വലിയ സെൽ ഓഫാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യേണ്ടതാണ്. ഒപ്പം ഇന്ന് ഒരു പുതിയ നാളെ ഒരു പുതിയ IPO വരുന്നുണ്ട്. SME IPO ആണ്. എൻഫ്യൂസ് സൊല്യൂഷൻസ് ലിമിറ്റഡ് ആണ് ഈ IPO. 10 രൂപയാണ് ഫേസ് വാല്യൂ. ഇത് ഇൻ്റഗ്രേറ്റഡ് ഡിജിറ്റൽ സൊല്യൂഷൻസ് രംഗത്തുള്ളൊരു കമ്പനിയാണ്. വളരെ സ്മോൾ കമ്പനിയാണ്, പക്ഷേ പ്രോമിസിങ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽസ് ആണ്. അതുപോലെ തന്നെ ഇഷ്യൂ പ്രൈസ് 96 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. ഒരുപക്ഷെ നല്ല ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടിയേക്കാം. പക്ഷേ ഇപ്പോഴത്തെ ടർമോയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം ഡെപ്തിൽ മാർക്കറ്റിനെ ഈ ടർമോയിൽ ഇമ്പാക്റ്റ് ചെയ്തിരിക്കുന്നതിനനുസരിച്ചായിരിക്കാം ലിസ്റ്റിംഗ് ഗെയിനൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും വളരെ കോഷ്യസ് ആയിട്ട് മൂവ് ചെയ്യേണ്ടതാണ്. SME IPOയിൽ ലിസ്റ്റ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ഇൻവെസ്റ്റേഴ്സ് SME IPOയിൽ ലിസ്റ്റ് ചെയ്യാം. ഒരു കാര്യം മനസ്സിലാക്കുക, ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ സ്റ്റോക്കുകളിൽ നിന്നൊക്കെ എക്സിറ്റ് അടിക്കുന്നത് നല്ലതാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഫണ്ടമെൻ്റൽസ് ഉള്ള സ്റ്റോക്കുകൾ വലിയ രീതിയിൽ മൈനസിലൊക്കെയാണ് ലിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂ വാങ്ങി വയ്ക്കാവുന്നതാണ്. നമ്മൾ ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയുമ്പോൾ 3 to 5 year ആണ്, അല്ലാതെ ഒരു 1 to 6 month ഒന്നുമല്ല. ലോങ് ടൈം എന്ന് പറയുന്നത് 3 to 5 year ആണ്. ഒപ്പം നമ്മൾ കഴിഞ്ഞ 1-2 മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് മാർക്കറ്റ് ഹൈയിൽ വരുമ്പോഴൊക്കെ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം എന്നുള്ളത്. അത് ഈ സജഷൻസ് ആക്സെപ്റ്റ് ചെയ്തുള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആക്സെപ്റ്റ് ചെയ്യാത്ത ഇൻവെസ്റ്റേഴ്സ് തീർച്ചയായിട്ടും ഒന്ന് ക്ഷമിക്കേണ്ടി വരും. കാരണം മാർക്കറ്റ് ടർമോയിൽ ഒരുപക്ഷെ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുള്ള കാര്യം നമുക്ക് നാളെ മ്യൂച്വൽ ഫണ്ടുകളുടെ സ്ട്രെസ് ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഗ്ലോബൽ വൊളാറ്റിലിറ്റിയും ഗ്ലോബൽ റിലേറ്റഡ് ഇഷ്യൂസൊക്കെ ഇന്ത്യൻ മാർക്കറ്റിലും വൊളാറ്റിലിറ്റി ഉണ്ടാക്കിയേക്കാം. ഒപ്പം എലക്ഷൻ ഡേറ്റുകൾ ഒരുപക്ഷെ ഈ ആഴ്ച ഡിക്ലെയർ ചെയ്തേക്കാം. അതിനനുസരിച്ചുള്ള മാർക്കറ്റ് മൂവ്മെൻ്റാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.